അല്ലെങ്കിൽ തള്ളി പറയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് 1 പത്രോസ് ലേഖനം തന്നെ നമുക്ക് പഠിക്കാം. അതിന്റെ ആമേൻ ഹെഡിങ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. അതാണ് അതിന്റെ ഹെഡിങ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുക. ഈ എഴുത്തുകാരൻ പത്രോസ് എഴുതിയ കാലഘട്ടം AD 60-63. എഴുതിയ കാലഘട്ടം AD 60-63. പത്രോസിന്റെ കുലത്തൊഴിൽ മീൻപിടുത്തം. പ്രധാന വാക്യങ്ങൾ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം, അതേ അധ്യായം 12-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും. അടുത്ത് 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ. ഒന്ന് വായിക്കാമോ? 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1:7. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കണ്ടോ? തുടക്കം തന്നെ വളരെ ഗംഭീരമാണ്. ഒന്നും പറയാനില്ല അതിനകത്ത്. പത്രോസിന്റെ തുടക്കം കണ്ടോ? ഭയങ്കര ശക്തിയോടെയാണ് തന്റെ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന പൊന്നിനേക്കാൾ, നമ്മൾ വിലയേറിയതെന്ന് കാണുന്ന ആ ഒരു വസ്തുവിനേക്കാൾ, നമ്മൾ ഏറ്റവും നല്ലത് എന്ന് കാണുന്ന വിലയേറിയ പൊന്നിനേക്കാൾ താൻ ആ വാക്യം എഴുതി നിർത്തുന്നത് ആമേൻ തേജസ്സിനും മാനവുമായി കാൺമീൻ അങ്ങനെ ഇടവരും. നോക്കിക്കേ. അപ്പൊ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എല്ലാത്തിനേക്കാളും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ പൊന്ന് അല്ലെങ്കിൽ ഈ വെള്ളി, ഈ തങ്കം, ഇതിനേക്കാളും വളരെ അനുഗ്രഹത്തോടെ തേജസ്സോടെ കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആമേൻ നമ്മളിവിടെ വായിച്ച രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ. നോക്കി അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ആ 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? സ്തോത്രം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ? മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ കേട്ട മെസ്സേജ് ഇതാണ്. നമ്മൾ ഏതിലൊക്കെയാണ് ആനന്ദിക്കുന്നത്, അല്ലെങ്കിൽ ഏതിലൊക്കെയാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്? വേറെ ഒന്നുമില്ല പ്രിയരെ.
ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തേണ്ടത് മാത്രമാണ്. വേറെ ഒന്നും ഈ ഭൂപരപ്പിൽ സന്തോഷം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ വലിയ ലഹരി ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു 5 ഐറ്റം ലഹരി ഉപയോഗിച്ച ഒരാളാണ് ഞാൻ. അതിലൊന്നും എനിക്ക് സന്തോഷം കിട്ടിയില്ല. ഇതിനപ്പുറം ഇനിയിപ്പോ പുതിയ കണ്ടുപിടുത്തമൊക്കെ ലഹരി ഇഷ്ടം പോലെ വന്നു തുടങ്ങി. പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ സത്യവേദ പുസ്തകം എന്ന ലഹരി. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം എടുത്ത് നമ്മൾ ഈ പുസ്തകത്തിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ ഉള്ള ലഹരി എന്ന് പറഞ്ഞാല് ഭയങ്കരമാണ്. ഏത് വ്യക്തിയെയും തികവുള്ളവനായി നിർത്താൻ ഈ പുസ്തകത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതിലേക്ക് രാവും പകലും മുഴങ്കാൽ മടക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നമ്മെ പൊന്നിനേക്കാൾ 10 മടങ്ങോടെ പുറത്തെടുക്കാൻ ഈ പുസ്തകത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. കണ്ടോ? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു കേട്ടോ. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആരെന്നറിയാമോ? പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ആരാ? ഹലോ, കേൾക്കുക? യോഹന്നാൻ. അടുത്ത് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. യോഹന്നാനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ. പുതിയ നിയമത്തിലെ പ്രവാചകൻ യേശു കർത്താവ് തന്നെയാണ്. വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. യോഹന്നാനേക്കാൾ വലിയവൻ. നമ്മൾ ഏറ്റവും പുതിയ നിയമത്തിൽ പെട്ടെന്ന് ആന്റി പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരാളെ ഉള്ളൂ യോഹന്നാൻ. പക്ഷേ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു. യാക്കോബിൽ നമ്മൾ പഠിച്ചു യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് യോഹന്നാനേക്കാൾ വലിയവനായ ഒരു പ്രവാചകനാണ് യേശു കർത്താവ്. ഇവിടെ നമ്മൾ 10ാമത്തെ വാക്യം വായിച്ച് നിർത്തുന്നത് ഇങ്ങനെയാണ്. പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരിക്കുന്നു. അപ്പോ ഒരു രക്ഷയുണ്ടെന്ന് പ്രവാചകന്മാർക്കും അറിയാം. ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാരല്ല കേട്ടോ. ആ കാലഘട്ടത്തിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ AD 63 കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഈ വചനത്തിൽ ഇത്രയും ശക്തിയുണ്ടോ? ഈ വചനത്തിൽ ഇത്രയും ലഹരിയുണ്ടോ? ഈ വചനം ഒരു മനുഷ്യനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഈ വചനത്തിനകത്ത് ഇത്രയും കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളത്വമുണ്ടോ എന്നൊക്കെ പ്രവാചകന്മാർ ആ കാലഘട്ടങ്ങളിൽ അന്വേഷിച്ചിരുന്നു. നമുക്കറിയാം, മത്തായി സുവിശേഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോ അവിടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിച്ചു വന്നത് എന്തൊക്കെ കൊണ്ടെന്നറിയാമോ? എന്താ കൊണ്ടാ വന്നത്? മോര്, പിന്നെ പൊന്ന്, അടുത്ത് കുന്തിരിക്കം. ഒരു രാജാവിനെ കാണാൻ വരുമ്പോ ആ കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു സാധനമാണ് 1 മോര്, 2 പൊന്ന്, 3 കുന്തിരിക്കം. അന്ന് ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെ കാണാൻ കൊണ്ടുവരുന്ന 3 കാര്യങ്ങളാണ് ഈ കാര്യം. അപ്പോൾ തന്നെ പ്രവാചകന്മാർ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ആരാഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4ാമത്തെ അധ്യായത്തിന്റെ 20ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും, റോമർക്കെഴുതിയ ലേഖനം 6ന്റെ 22 നമ്മൾ പഠിക്കുമ്പോഴും, എബ്രായ ലേഖനം 11ന്റെ 27 നമ്മൾ പഠിക്കുമ്പോഴും, യോഹന്നാൻ 20ന്റെ 29 പഠിക്കുമ്പോഴും
അതിനകത്ത് ഈ പറഞ്ഞ വാക്കുകൾ ആമേൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കാട്ടെ, ആമേൻ യോഹന്നാൻ 1 യോഹന്നാൻ എഴുതിയ ആമേൻ ലേഖനം, 1 യോഹന്നാനാണ്, ആമേൻ 1 യോഹന്നാൻ എഴുതിയ ലേഖനം, ആമേൻ 4-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 4:20 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4:20 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4:20. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും, കേട്ടോ, അവിടെ യോഹന്നാന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കാര്യം നോക്കിയേ. ഈ ആമേൻ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ ആമേൻ നോക്കിയേ, അപ്പോ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ സ്നേഹിക്കാതിരിക്കുന്നവൻ ആരാണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് ആമേൻ യോഹന്നാൻ ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുക. നോക്കിക്കേ, അപ്പോൾ തന്നെ നമ്മളിവിടെ വായിച്ച അടുത്തൊരു അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ ആമേൻ നേരത്തെ വായിച്ച ആ അധ്യായം കൂടെ ഒന്ന് പറഞ്ഞ അധ്യായം കൂടെ വായിച്ചാട്ടെ. റോമർക്കെഴുതിയ ലേഖനം ആമേൻ 6-ാമത്തെ അധ്യായത്തിന് 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 6-ന്റെ 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിക്കണേ. 6:22 ഒന്ന് വായിക്കണം. അടുത്തൊരാള് എബ്രായ ലേഖനം 11:27. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും ആകുന്നു. കണ്ടോ, അതിന്റെ അന്തം വിശുദ്ധീകരണവും ആകുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യ ജീവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിത്യജീവനായിരിക്കുന്ന ഈ വചനത്തെ മുറുകെ പിടിച്ചിട്ട് പറയണം, ഇതാണ് ഏറ്റവും വലിയ പ്രവചന ശബ്ദം. ആമേൻ. അടുത്ത എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോന്നു. 27-ാമത്തെ വാക്യം കണ്ടോ, വിശ്വാസത്താൽ അവൻ എന്ത് ചെയ്തു? അദൃശ്യ ദൈവത്തെ. അപ്പൊ ഈ ദൈവം ആരാണെന്നറിയാമോ? അദർശ്യനാണ്. വേറൊരു കാര്യം കൂടെ പറയാറുണ്ട് നമ്മൾ എപ്പോഴും, അല്ലെ? നമ്മൾ എവിടെയെങ്കിലും ആയി പോകുമ്പോൾ ദൈവമേ നീ അനന്യനാണ്, അല്ലെ? അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എവിടെയുണ്ട്. നീ ആരാ? അനന്യനാണ്. നീ അനന്യനായ ദൈവം, നീ അദർശ്യനായ ദൈവം, നീ ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ് എന്ന് ആമേൻ ഇവിടെ എബ്രായ ലേഖനത്തിൽ ആമേൻ ലേഖനകർത്താവായിരിക്കുന്ന ആമേൻ പൗലൂസ് എഴുതി പിടിപ്പിക്കുന്നു. ആമേൻ കണ്ടതുപോലെ ആമേൻ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ? അദർശ്യനായ ദൈവം അവരെ കൂടെ ഉള്ളത് കൊണ്ട് ഈ രാജാവിന്റെ സകലവിധ കൽപ്പനകൾക്കും വിരാമം കുറിച്ചുകൊണ്ട് ഇവർ മിസ്രയീം വിട്ടു പോകുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. നമുക്ക് നേരെ മടങ്ങി വരാം, താഴോട്ട് നമുക്ക് മടങ്ങി വരാം, നമ്മൾ ചിന്തിച്ച ഭാഗത്തേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പ്രധാന ആമേൻ സ്തോത്രം വാക്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അടുത്ത് പ്രധാന അധ്യായം 1 പത്രോസിന്റെ ലേഖനത്തിന്റെ പ്രധാന അധ്യായം 4-ാമത്തെ അധ്യായമാണ് കേട്ടോ. 4-ാമത്തെ അധ്യായമാണ് ഇതിന്റെ പ്രധാന അധ്യായം എന്ന് പറയുന്നത്. 4-ാമത്തെ അധ്യായം, അതിന്റെ 12ഉം 13ഉമാണ് ഇതിന്റെ പ്രധാന വാക്യങ്ങൾ. തുടങ്ങുന്നത് തന്നെ, പ്രിയമുള്ളവരെ നിങ്ങൾ പരീക്ഷയ്ക്കായി ഒന്ന് വായിച്ച 12, 13, 14 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ.
അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ആമേൻ. കണ്ടോ, ഈ പ്രധാന അധ്യായം എന്ന് പറയുമ്പോ 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കപ്പെടുമ്പോൾ അവിടെ വളരെ വ്യക്തമായി, ശക്തമായി പൗലോസ് പത്രോസ് പറയുന്ന വാക്ക് വളരെ കട്ടിയേറിയ വാക്കാണ്. അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിങ്കൽ. എന്താണ് അഗ്നിശോധനയിങ്കൽ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാ? ഭാഗ്യവാൻ. ഏതൊരു മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചു നോക്കിയാൽ, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ, പരീക്ഷയിൽ കൂടെ കടക്കാത്ത ഒരു മനുഷ്യനും വിജയം പ്രാപിച്ചിട്ടില്ല. ഏതൊരു വ്യക്തിയെ നമ്മൾ നോക്കി പഠിച്ചാലും പരീക്ഷയെ അതിജീവിക്കാത്ത ഒരു മനുഷ്യനും നന്മ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും? പരീക്ഷയില്ലാത്ത മനുഷ്യൻ എന്തില്ല? പറഞ്ഞേ, കിരീടമില്ല. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ എന്തുള്ളൂ? കിരീടമുള്ളൂ. അതെന്ത് കിരീടം എന്ന് അറിയാമോ? വാടാത്ത കിരീടം. എന്താ കിരീടം? വാടാത്ത കിരീടം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ വായിക്കും, അത് തുടക്കം തന്നെ, പ്രിയമുള്ളവരെ, ആ അധ്യായം തന്നെ നിങ്ങൾ ഒത്തിരി വാക്യം നിങ്ങൾ വായിച്ചോളണം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതി വെച്ചോളണേ. 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം അവിടെ പറയുന്നു, ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, ജഡത്തിൽ ശേഷിച്ച ഇരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്ന ഒരു പൈതൽ. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് കേട്ടോ. നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മൾ നിലപത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. ഓരോ ദിവസവും മനുഷ്യൻ അടുത്തടുത്ത് എന്തൊക്കെയാ കണ്ടെത്തുന്നത്. ഇവിടെ ഈ ലേഖനത്തിൽ വ്യക്തമായി പത്രോസ് എഴുതി പിടിപ്പിച്ച ഒരു കാര്യം ഇതാണ്. 2-ാമത്തെ വാക്യം നിങ്ങൾ മറന്നു പോരുത്. 3-ാമത്തെ വാക്യവും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അടുത്ത് 4-ാമത്തെ വാക്യവും നിങ്ങൾ മറന്നു പോകരുത്. 5-ാമത്തെ വാക്യവും നിങ്ങൾ മറന്നു പോകരുത്. 6-ാമത്തെ വാക്യവും മറന്നു പോകരുത്. അപ്പൊ പറയും, ദൈവദാസനെ ഒറ്റ അധ്യായം നിങ്ങൾ വായിച്ചോട്ട. 7-ാമത്തെ വാക്യവും മറന്നു പോകരുത്. അടുത്ത് 9-ാമത്തെ വാക്യവും നിങ്ങൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. 10-ാമത്തെ വാക്യം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. 15-ാമത്തെ വാക്യവും മറന്നു പോകരുത്. ദൈവദാസനെ നമ്മൾ മൊത്തം വായിച്ചോട്ട. മൊത്തം വായിക്കും. ഈ ഒരൊറ്റ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കൂ. ഇതിനകത്ത് ധന്യനായിരിക്കുന്ന, അല്ലെങ്കിൽ കുലത്തൊഴിൽ മീൻപിടുത്തക്കാരനായിരിക്കുന്ന പത്രോസിന് പറയാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിൽ ആരും കൊലപാതകന്മാര് കൊലപാതകന്മാരോ കള്ളന്മാരോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കുന്നത് എന്ന് തുടങ്ങി താൻ അങ്ങനെ വാരി വിതറി ദൈവജനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു വലിയ സംരംഭമായി ഈ 4-ാമത്തെ അധ്യായം അവിടെ തീരുകയാണ്. നോക്കിക്കേ, പ്രധാനപ്പെട്ട അധ്യായമാണ്. ഏതാണ്? 4-ാം അധ്യായം. അടുത്ത് പ്രധാന വ്യക്തികൾ ആരൊക്കെ നമുക്ക് നോക്കാം. പ്രധാന വ്യക്തികൾ. 1-ാമത്തെ വ്യക്തി പത്രോസ്. 2-ാമത്തെ വ്യക്തി മാർക്കോസ്. 3-ാമത്തെ വ്യക്തി സീലാസ്. ഈ 3 വ്യക്തികൾ ഇതിനകത്തുള്ള പ്രധാന 2 പുസ്തകത്തിനകത്താണ്. 1 പത്രോസ് 2 പത്രോസിനകത്തുള്ള വ്യക്തികൾ നമ്മളിത് കാണുന്നത്. പ്രധാന സ്ഥലങ്ങൾ യെരുശലേം,
യെരൂശലേം, റോം, യെരൂശലേം, റോം, ഗലാത്യ, ഗലാത്യ, മിഥുന്യ, മെഥുന്യ. സ്ഥിതിവിവര കണക്കുകൾ. സ്ഥിതിവിവര കണക്കുകൾ. സത്യവേദ പുസ്തകത്തിലെ 60-ാമത്തെ പുസ്തകം. സത്യവേദ പുസ്തകത്തിലെ 60-ാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 5. അധ്യായങ്ങൾ 5. വാക്യങ്ങൾ 105. വാക്യങ്ങൾ 105. ചോദ്യങ്ങൾ 4. ചോദ്യങ്ങൾ 4. ചരിത്രപരമായ വാക്യങ്ങൾ 92. ചരിത്രപരമായ വാക്യങ്ങൾ 92. നിവൃത്തിയായ പ്രവചനങ്ങൾ. നിവൃത്തിയായ പ്രവചനങ്ങൾ 3. നിവൃത്തിയായ പ്രവചനങ്ങൾ 3. നിവൃത്തിയായ പ്രവചനങ്ങൾ 3. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 10. 10. ഒന്ന് പത്രോസിൽ ബ്രാക്കറ്റിലെ 1 പത്രോസിൽ ആത്മീയമായി ശത്രുത നിറഞ്ഞു നിന്നിരുന്നു. ശത്രുത നിറഞ്ഞു നിന്നിരുന്നു. ഒരു ലോകത്തിൽ നിറഞ്ഞ ഒരു ലോകത്തിൽ ക്രിസ്തുവിനെ വിശ്വാസികളുടെ മാതൃക ആക്കേണ്ടതിന് ക്രിസ്തുവിനെ മാതൃക ആക്കേണ്ടതിന് പ്രത്യാശയായും ഈ ലേഖനം ചിത്രീകരിച്ചിരിക്കുന്നു. 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും. വിശ്വാസിക്ക് ക്രിസ്തുമായിട്ടുള്ള സ്നേഹബന്ധം പറഞ്ഞു. തീരാത്തതും മഹിമയുള്ളതുമായ
മഹിമയുള്ളതുമായ സന്തോഷത്തിന്റെ ഉറവിടമെത്രേ, സന്തോഷത്തിന്റെ ഉറവിടമെത്രേ, സന്തോഷത്തിന്റെ ഉറവിടമെത്രേ. 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേൽ കയറിയത് അവർ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുവാൻ വേണ്ടി ആണ്. രണ്ടാം അധ്യായം 24-ാമത്തെ വാക്യം. 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1-ാം അധ്യായം 18-19 വാക്യം. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. യേശു നമ്മുടെ ആത്മാക്കളുടെ അധ്യക്ഷനും ഇടയനുമാണ്. യേശു നമ്മുടെ ആത്മാക്കളുടെ അധ്യക്ഷനും ഇടയനുമാണ്. ഇത്രയും പറഞ്ഞ ആ ഭാഗം ഇടുകയാണ്. സ്തോത്രം. ബാക്കി ഞാൻ നോട്ട് തരാം. ശ്രദ്ധിക്കൂ. 1-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചേ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇത് ആർക്കു വേണ്ടി എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഒറ്റ ശ്വാസത്തിൽ പറയണം. RC ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. കേട്ടോ? RC ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. ഇത് എവിടെ വെച്ച് എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? എവിടെ വെച്ച് എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞാൽ പറയേണ്ട ഒറ്റ കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിന്റെ ഫ്രണ്ടിൽ വരേണ്ട പ്രത്യേക ഒരു കാര്യമാണ്. 1, എഴുതിയ കാലഘട്ടം. 2, എവിടെ വെച്ച് എഴുതി, ആർക്ക് വേണ്ടി എഴുതി. ഇത് 3ഉം ഒരു പ്രസംഗത്തിന്റെ ഫ്രണ്ടിൽ വരേണ്ട കാര്യമാണ്. ഈ പുസ്തകം എഴുതിയത് ബാബിലോണിൽ വെച്ചാണ് എഴുതിയത്. ബാബിലോൺ ക്രിസ്ത്യാനികൾക്ക് വിരോധമായി കൊടികുത്തി വാഴുന്ന സമയത്ത് പത്രോസ് എഴുതിയത് ബാബിലോണിൽ വെച്ചായി പുസ്തകം എഴുതുന്നത്. ആമേൻ. ബാബിലോണില് ആയിരിക്കുമ്പോഴായി പുസ്തകം താൻ എഴുതുന്നത്. ആമേൻ. ഇത് താക്കോൽ വാക്കെന്ന് പറയുന്നത് കഷ്ടതയാണ് താക്കോൽ വാക്ക് എന്ന് പറയുന്നത്. കഷ്ടത. ഇതിലാകെ എത്ര പ്രവചനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ. 13 പ്രവചനം ഈ 5 പുസ്തകത്തിനകത്തുണ്ട്. എത്ര പ്രവചനമുണ്ട്? 13 പ്രവചനം ഈ 5 പുസ്തകത്തിനകത്ത് വ്യക്തമായി 1, 2, 3 എന്ന് 13 പ്രവചനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പത്രോസ് പുറത്തു കൊണ്ടുവന്ന ഒരാളിനെയാണ്. ഈ പുസ്തകത്തിൽ മൂലക്കല്ലാണ് ക്രിസ്തു. 2:6 മൂലക്കല്ലാണ് ക്രിസ്തു. വിലയേറിയ മൂലക്കല്ല് 2:6 ഒന്ന് വായിക്കാമോ? ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. കണ്ടോ? ശ്രേഷ്ഠമേറിയ മാന്യമായ ഒരു മൂലക്കല്ലാണ് സിയോനിൽ ഇടുന്നത്. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ അല്ലേ? പ്രൈസല്ലോ. അതിനോട് ചേർന്ന് കുറച്ച് വാക്യങ്ങൾ നിങ്ങളെല്ലാം പഠിക്കുന്നവരല്ലേ? യെശയ്യാവിന്റെ പുസ്തകം 28:16 ഒന്ന് വായിച്ചേ. യെശയ്യാവ് 28:16 റോമർക്ക് ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ഉം 10-ാമത്തെ അധ്യായത്തിന്റെ 11. യെശയ്യാവ് 28:16 റോമർ 3:3 10:11 വായിച്ചാട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യില്ല? ഓടിപ്പോകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും വിശ്വസിക്കുന്നവൻ ഓടിപ്പോകാതെ ശ്രേഷ്ഠവും മാന്യവുമായ കീടങ്ങൾ മാറ്റിയ കുറവുകളെ തീർത്ത ശോധന ചെയ്ത ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് കർത്താവ് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ഈ പുസ്തകത്തിന്റെ പരമപ്രധാനമായ ഒരു ദൂതാണ് മാന്യമായ ശ്രേഷ്ഠമായ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. വിശ്വാസികൾ എന്ത് ചെയ്യില്ല? വിശ്വസിക്കുന്ന എന്ത് ചെയ്യില്ല? ഓടിക്കളയാതെ അതിൽ നിൽക്കും. ഇനി എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും അവൻ അവിടെ നിൽക്കും. പ്രൈസലോ. ഞെരുക്കമാകട്ടെ, രോഗമാകട്ടെ, കഠിനമായ പ്രശ്നങ്ങളാകട്ടെ, ഓടത്തില്ല. അവൻ അവിടെ നിൽക്കും. ദൈവം നട്ടവൻ ദൈവമാണെങ്കിൽ വളർത്തുമാറാക്കുന്ന കർത്താവ് എന്ന് വിശ്വസിപ്പാൻ ഇന്ന് രാത്രി തയ്യാറാകണം. പ്രൈസലോ. അയ്യോ ഞാൻ ഈ വീട് വെച്ചപ്പോഴേ അത് ശരിയായില്ലല്ലോ, അയ്യോ ഞാൻ ഈ വീട് വെച്ചപ്പോ ശരിയായില്ലല്ലോ, അയ്യോ ഇതിന്റെ മാറ്റി പണിയണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അതല്ല വിഷയം. ഓടിപ്പോകാതെ നിൽക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുവീനെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വാക്യത്തിലേക്ക് വരാം. 3:3 റോമർ. അവർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഇല്ല, ഒരു നാളുമില്ല. എന്ന് പറഞ്ഞാൽ അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചെയ്യും. വിശ്വസിച്ച മാത്രം മതിയെന്ന്. നമ്മൾ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും ദൈവം പറയുന്ന വാക്ക് നിവർത്തിക്കും. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അത് നിവർത്തിച്ച് തരും എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു വ്യക്തി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോ ആമേൻ, ആ ഡോക്ടർ പറയാണ് രാവിലെ 1 ഗ്ലാസ് പച്ചവെള്ളം, രാത്രി 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പറഞ്ഞാൽ
അത് കുടിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും? ഏറ്റെടുക്കും. പറഞ്ഞതാരെന്നറിയാമോ? ആരാ പറഞ്ഞേ? ഡോക്ടറാ, വൈദ്യനാ പറഞ്ഞേ. പറഞ്ഞത് വൈദ്യനാ. ഓ, ഇത് വെറും ഉള്ള പച്ചവെള്ളമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണ്ട. പറഞ്ഞത് വൈദ്യനാണെങ്കിൽ അത് കുടിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ വെള്ളത്തിനകത്ത് വൈദ്യൻ പറഞ്ഞ ശബ്ദം നിറവേറി അതൊരു മെഡിസിനായി ശരീരത്തിൽ വ്യാപരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന പച്ചവെള്ളവും ഈ ലോകത്തിന് തരാൻ കഴിയാത്തൊരു വലിയ മെഡിസിനായി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും. കാരണം വിശ്വസിക്കണം എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പലപ്പോഴും വിശ്വാസം കുറവായതുകൊണ്ട് പലതും നമുക്ക് മുമ്പിലോട്ട് വരാൻ കഴിയാത്തത്. വായിക്കാം, അടുത്ത വാക്യത്തിലേക്ക് വരാം. ആമേൻ. 10-ാമത്തെ അധ്യായത്തിന്റെ അവനെ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. 10-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. ആണോ? 10:11 അവിടെ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ആര് വിശ്വസിക്കുന്നവൻ? ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, പിതാവിൽ വിശ്വസിക്കുന്നവൻ, പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും വിശ്വസിക്കുന്നേ നമുക്ക് വേണ്ടി വഴി തുറക്കാൻ ദൈവം സർവശക്തനാണ്. വിശ്വസിക്ക് എന്നാൽ നീ എന്ത് ചെയ്യും? ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ ആ ഭാഗം അവിടെ വിടുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ഇതിന്റെ പശ്ചാത്തലം എഴുതിയിട്ട് നമുക്ക് ഉദ്ദേശം എഴുതാം കേട്ടോ. പശ്ചാത്തലം 10 വർഷത്തിൽ എഴുതിയ 1-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ പുതിയ നിയമത്തിലെ രണ്ട് ലേഖനങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. 1:1 2 പത്രോസിന്റെ ലേഖനം 1:1. 1:1 2 പത്രോസിന്റെ ലേഖനം 1:1. തന്റെ സ്നേഹിതനോട് കൂടെയാണ് ഒന്നാമത്തെ ലേഖനം എഴുതുന്നത് എന്ന് പത്രോസ് സാക്ഷ്യപ്പെടുന്നു. 5-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഗ്രീക്ക് ഭാഷ എന്ന ശൈലിയിലും ഈ പുസ്തകത്തിലൂടെ ഇവിടെ പ്രതിഫലിപ്പിക്കുമ്പോൾ തന്റെ 2-ാമത്തെ ലേഖനത്തിൽ
തന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിന്റെ ധ്വനിയും അവൻ അനുസരിച്ചു വന്ന കർത്താവായ യേശുവിനോട് വർഷങ്ങളോളം തനിക്കുണ്ടായിരുന്ന അടുത്ത കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് യേശുവിന്റെ മരണത്തെയും ബ്രാക്കറ്റിൽ 1-ാം അധ്യായം 11 മുതൽ 19 വരെയും 2-ാമത്തെ അധ്യായം 21 മുതൽ 24 വരെയും 3-ാം അധ്യായം 18-ാമത്തെ വാക്യവും 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും 3-ാം അധ്യായം 21-ാമത്തെ വാക്യവും 1-ാം അധ്യായം 3 മുതൽ 21-ഉം 3-ാം അധ്യായം 21-ാമത്തെ വാക്യവും. യേശു ഗലീലായിൽ വച്ച് തനിക്ക് പ്രത്യക്ഷനായതിനെ പറ്റി അവൻ സൂചിപ്പിക്കുന്നത് 2-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം. 2-ാം അധ്യായം 25, 5-2, 5-2, അപ്പോസ്തല പ്രവൃത്തി 2-9-10, അപ്പോസ്തല പ്രവൃത്തി 2-9-10, യോന 21, 15, 23. ആ പ്രവൃത്തിയുടെ പുസ്തകം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിക്കാമോ? എല്ലാവരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരനുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രവർത്തികൾ 2-ാം അധ്യായത്തിന്റെ 9-10 ആണ് വായിച്ചത്. അതെ. അവിടെ താൻ പറയുന്ന വാക്ക് കേട്ടോ,
പ്രവൃത്തിയില് പൗലൂസ് പറയുന്ന 9-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോ അതിന്റെ ഒന്നാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായവും നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാം, പെന്തക്കോസ്ത് നാളൊക്കെ അവിടെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വരവാക്ക് നമുക്ക് കാണാൻ കഴിയുന്നു 2-ാം അധ്യായം പഠിക്കുമ്പോൾ. അപ്പോൾ തന്നെ തന്റെ യാത്രകളെ പറ്റിയും താൻ അനുഭവിച്ച ആ വേദനകളെ പറ്റിയൊക്കെ പൗലൂസ് അവിടെ വ്യക്തമാക്കുന്നതും, തന്റെ യാത്ര, താൻ പാർക്കുന്ന ആ സ്ഥലം, യഹൂദ അനുസാരികൾ, താൻ അവിടെ എല്ലാം എഴുതി പിടിപ്പിച്ച് വരുന്ന വഴി തന്നെ നമുക്ക് ആ 2-ാം അധ്യായം നമ്മൾ അരിച്ചു പറക്കി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മൾ നോക്കിയ കാര്യമാണ്. അപ്പോൾ തന്നെ 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും സ്തോത്രം 41 പഠിക്കുമ്പോഴും 46, 47 നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന 7, 11, 14 ഒക്കെ നമ്മൾ പഠിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ പൗലൂസ് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അറിയാം, 41-ാമത്തെ വാക്യം പറയുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ആരോട് ചേർന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 3000-ഓളം പേര് അവനോട് ചേർന്നു എന്ന. ആരോടാ? പൗലൂസിനോടാണോ ചേർന്നത്? യേശുവിനോടാണോ ചേർന്നത്? പൗലൂസിന്റെ വാക്കുകളൊക്കെ ഭയങ്കര മൂർച്ചയുള്ള വാക്കുകൾ കേട്ടോ. പൗലൂസ് ഒരു വാക്ക് തന്റെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ, കാരണം അവൻ ആരാ? ഗമാലിയന്റെ കാൽക്കീഴിൽ നിന്ന് വചനം പഠിച്ചവനാ. അവൻ എങ്ങനെ പഠിച്ചത്? ആദ്യം മുതലേ പഠിച്ചു വന്ന പാഠം ഇതാണ്: സഭകൾ എങ്ങനെ പൂട്ടാം, പാസ്റ്റർമാരെ എങ്ങനെ റെഡിയാക്കാം. താൻ പഠിച്ചു വന്ന പദങ്ങൾ ഇതാണ്. എങ്ങനെ പള്ളികളെ പൊളിക്കാം, ഇതൊക്കെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, വചനം നല്ലവണ്ണം പഠിച്ച പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ആരാ? പൗലൂസ്. അല്ലെങ്കിൽ മുമ്പ് അവന്റെ പേര് ശൗലായിരുന്നു. അപ്പൊ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അവന്റെ വാക്ക് കേട്ടവർ, അതാ ഇവിടെ വായിച്ചത്, യഹൂദന്മാരും യഹൂദ അനുസാരികളും എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തെ അനുസരിക്കുന്നവരും. അപ്പോ യേശുവിനെ ഒറ്റുകൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അല്ലെങ്കിൽ യേശുവിനെ തകർക്കാൻ തന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അല്ലെ? സ്വന്തം ആൾക്കാർ തന്നെയാണ്. ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. പുറത്തല്ല ശത്രു, ശത്രു ഭവനത്തിനകത്താ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ശത്രു ഭവനത്തിന് വെളിയിലല്ല, ശത്രു പള്ളിക്ക് വെളിയിലല്ല, ശത്രു പള്ളിക്കകത്താണ്, ശത്രു ഭവനത്തിനകത്താണ്. നമ്മൾ പലപ്പോഴും പാടാറില്ലേ, പഠിക്കാറില്ലേ? മുൻപും പിൻപും അവൻ എന്ത് ചെയ്തു? അടച്ചു. അല്ലെ? മുൻപും പിൻപും അടച്ചു. അല്ലെ? അപ്പോ ഉയരത്തിൽ നിന്നുള്ള ശക്തി നമ്മൾ പ്രാപിക്കുവോളം നിങ്ങൾ ജെറുസലേമിൽ പാർക്കണമെന്നാ പറഞ്ഞേ. അപ്പോൾ തന്നെ പാർക്കാതെ എഴുന്നേറ്റ് ഓടിയവരുണ്ട് പെട്ടെന്ന് പ്രാപിക്കാൻ വേണ്ടി. അല്ലെ? പെട്ടെന്ന് പ്രാപിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഓടിയ പുള്ളിക്കാരന്മാരും ഇതിനകത്ത് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദ അനുസാരികളും 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും നമ്മൾ പഠിക്കുമ്പോ അവിടെ നമുക്ക് എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. എന്തും ഏത് സമയത്തും എന്ത് ചെയ്യാം? സംഭവിക്കാം. കാരണം നിൽക്കുന്നത് പൗലൂസാണ്. എപ്പോഴും വേണോ എന്തും സംഭവിക്കാനുള്ള രീതിയിലാണ് ഇവിടെ. ഇന്ന് പൊങ്കലിടാൻ പോയ ആരെങ്കിലും സ്വന്തം നോക്കിയേ. അപ്പോ ഈ പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോ ഇതിനകത്ത് നമ്മള് ഇനി നമുക്ക് പഠിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഖനത്തിന്റെ ഉദ്ദേശമാണ്. സ്വന്തം നിങ്ങൾ മുഖമൊക്കെ ഉണ്ടാവും, പൊങ്കാലയൊക്കെ ഇട്ട് നല്ല എന്താ പറയാ, മുഖമൊക്കെ കരിയെല്ലാം പോലിട്ടിരിക്കുമ്പോഴേ തോന്നുന്നു. നല്ല ചിരി വെച്ചോണ്ട് ഇരുന്നാലേ അറിയാൻ പറ്റൂ. പ്രൈസലോ. അവർക്ക് എന്തൊരു തേജസ് എന്നറിയാം. സ്വന്തം ഈ ലേഖനത്തിന്റെ ഉദ്ദേശം. യോനയുടെ പുസ്തകത്തിലെ ആ വാക്യം പറഞ്ഞത് കറക്റ്റ് അല്ല. യോനയുടെ പുസ്തകത്തിന്റെ ആ വാക്യം പറഞ്ഞല്ലേ? സ്വതന്ത്രം. യോനയുടെ പുസ്തകത്തിന്റെ വാക്യം പറഞ്ഞത് 21-ാമത്തെ വാക്യം അല്ലേ? 21-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോനയുടെ പുസ്തകം അധ്യായം ഒന്ന് പറഞ്ഞില്ല. അധ്യായം പറഞ്ഞില്ല. അധ്യായം ഞാൻ പറഞ്ഞില്ല, വാക്യമാണ് പറഞ്ഞത്. 21-ാമത്തെ വാക്യം വായിച്ചേ. ഒന്നാമത്തെ
സാറേ യോന 1:17 വാക്യമുള്ളൂ. എത്ര വാക്യമുണ്ട്? യോനയുടെ പുസ്തകത്തില് ഓരോ അധ്യായത്തിൽ 21 വാക്യമില്ല. യോനയല്ല സാറേ, യൂദ. യൂദ 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 25 യൂദ. യോനെന്നാ പറഞ്ഞ യൂദ യൂദ. അപ്പൊ നിങ്ങൾ ആ വാക്യം നോക്കിയില്ലല്ലേ? ഒരു വാക്യത്തിലും ഇല്ലല്ലോ. അപ്പൊ യൂദയിലാണ് പറയുന്നത്. 21-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. 21-ാമത്തെ വാക്യമാണ് വായിച്ചേ. 21. അത് 23 വായിച്ചേ. 23 കൂടെ വായിച്ചേ. ചിലരോട് കരുണ ചെയ്വിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. 25 വാക്യം. 25. ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. 151-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോ 151-3 വായിച്ചേ. ചിലര് പറവറ നോക്കിയാണ്, ബൈബിളൊക്കെ പറവറ മറിക്കുകയാണ് 151 എടുക്കാൻ. എന്തൊരു പാട് ഉത്സാഹം കേട്ടോ. 151 സങ്കീർത്തനത്തിന്റെ 3 വായിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ വായിച്ച് മറിച്ച് തള്ളയാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് 20. നിങ്ങൾ ചിരിച്ചല്ലേ? നിങ്ങളത് ചിരിക്കാൻ പാടില്ല, പാട്. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് 25-ാമത്തെ വാക്യം നമ്മൾ തുടങ്ങുമ്പോ ഇവിടെ പറയുന്നത് ആമേൻ, സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ആമേൻ എന്ന് പറഞ്ഞ് അവിടെ ആമേൻ തന്റെ എഴുത്തുകാരൻ അവിടെ നിർത്തുകയാണ്. അപ്പൊ 25-ാമത്തെ വാക്യത്തോട് ചേർന്ന് നിങ്ങൾക്ക് 2-3 വാക്യം തരാം, എഴുതിക്കൊള്ളണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:44. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:44. 1 തീമത്തി 1:17. 1 തീമത്തി 1:17. റോമ 11:36. റോമർ 11:36, 16:26. 11:36, 16:26. എഫേസ്യ ലേഖനം 3:21. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ആ വാക്യത്തോട് ചേർത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കും, പറയുന്നത് വീഴാതെ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആമേൻ. ആനന്ദത്തോടെ നിർത്തുവാൻ. അപ്പൊ നമ്മൾ ഏതിൽ ആനന്ദിക്കേണ്ടത്? നേരത്തെ ഇവിടെ സബ്ജക്റ്റ് നമ്മൾ കേട്ടു. ഏതിലാണ് നമ്മൾ ആനന്ദിക്കേണ്ടത്? നമ്മുടെ ഏക ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിലാണ്. മറ്റെല്ലാം ഈ ഭൂപരപ്പിൽ ചില മിനിറ്റ് കൊണ്ട് തകരും. ഏത് മേഖലയാണെങ്കിലും തകർന്നു മാറും. പക്ഷേ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും ആമേൻ ആ ദൈവസന്നിധി തള്ളിക്കളയാതെ അവൻ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. 24-ാമത്തെ വാക്യത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ തരാം. 24-ാമത്തെ വാക്യത്തിന്റെ ചില വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:22. കൊലോസ്യർ 1:22. കൊലോസ്യർ 1:22. 1 പത്രോസ് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം
13 വാക്യം. 4 വാക്യം. എഫേസ്യ ലേഖനം 1 4 വാക്യം. 1:4, 5:27. 1:4, 5:27. ഫിലിപ്പിയർ 2:14. ഫിലിപ്പിയർ 2:14. വെളിപ്പാട് 14:5. നമുക്കറിയാം, പൂർവ്വ പിതാക്കന്മാരായിരിക്കുന്ന ലാസർ മാത്യു പാസ്റ്ററുടെയും പി ഡി ജോൺസൺ പാസ്റ്ററുടെ കാലഘട്ടത്തിൽ, ലാസർ മാത്യു പാസ്റ്റർ ഇപ്പോഴും ഉണ്ട്, പി ഡി ജോൺസൺ പാസ്റ്ററുടെ കാലഘട്ടത്തിലൊക്കെ അവര് ആശീർവാദം പറയുന്നതിന് തൊട്ടു മുൻപ് ഈ വാക്യം പറഞ്ഞിരിക്കും. ഏതാ വാക്യം? വീഴാതെ വണ്ണം. ഈ വാക്യം അവര് പറഞ്ഞിട്ടാണ് ആശീർവാദത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് ഈ വാക്യം ഒന്നും ഉച്ചരിക്കാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ പഴയ ചർച്ചകളിലൊക്കെ പോകുമ്പോൾ പിതാക്കന്മാര് അവരിന്നും ഈ പദം പറഞ്ഞിട്ടാണ് ആശീർവാദം പറയുന്നത്. നമ്മുടെ തമ്പിച്ചായന്റെ മരിക്കും മുമ്പേ തന്റെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവസാന നിമിഷത്തേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മുട്ടം വർക്കി പാസ്റ്റർ അവരുടെ ആ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ആശീർവാദത്തിന് തൊട്ടു മുൻപ് ഈ വാക്യം പറഞ്ഞാണ് അവർ ആശീർവാദം പറയുന്നത്. ആമേൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളെപ്പോഴും വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ അവൻ നിർത്തുവാൻ, വീഴാതെ വണ്ണം തന്റെ മഹിമാസനത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രി വിശ്വസിപ്പാൻ കഴിയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ വാക്യങ്ങൾ എഴുതിയെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം തങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ സ്വർഗീയവും നിത്യവുമായ ഒരു വീക്ഷണം വിശ്വാസികൾക്ക് നൽകുവാനും. ഒരു വീക്ഷണം. എന്താ വീക്ഷണം എന്ന് പറയുന്നത്? അർത്ഥം നമുക്കറിയാം, ചിലരൊക്കെ നല്ല വീക്ഷണത്തോടെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നല്ല വൃത്തിയോടെ ചിന്തിക്കുന്ന കാഴ്ചപ്പാട്. അപ്പൊ ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കാ? ആ ചിതറിപ്പാർക്കുന്ന അല്ലെങ്കിൽ കഷ്ടതയിൽ കൂടെ വരുന്ന വിശ്വാസികൾക്ക് അല്ല, അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പത്രോസിന്റെ മേൽ ദൈവം നിക്ഷിപ്തമാക്കി വച്ചിരിക്കുന്ന ചില വീക്ഷണങ്ങൾ, ഇത് ഒന്നുകൂടെ അവര് വിശദീകരിച്ച് അവർക്ക് അതിനെ പാർട്ടായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പത്രോസ് അവർക്ക് കൊടുക്കുന്നതാണ് ഒരു വീക്ഷണവും വിശ്വാസികൾക്ക് നൽകുവാനും ഒരു ജാതീക ചുറ്റുപാടിൽ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ കഷ്ടതയുടെ ഒരു അഗ്നിശോധന അനുഭവിച്ചു. തുടങ്ങിയവർക്ക് ദർശനം നൽകുവാനും ആയിട്ടാണ് പത്രോസ് ഈ ലേഖനം
പ്രത്യാശയോടെ എഴുതുന്നത്. ഈ ലേഖനം പ്രത്യാശയോടെ എഴുതുന്നത്. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. മൂന്ന്, ഈ ലേഖന അല്ലെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിന്റെ അവലോകനം രത്ന ചുരുക്കത്തിൽ പറഞ്ഞേക്കണം. അവലോകനം. വിശ്വാസികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് 1 പത്രോസ് ആരംഭിച്ചത്. മഹത്വകരമായ ഒരു വിളിയും ക്രിസ്തേശുവിൽ സ്വർഗീയ അവകാശവുമുണ്ട്. 1 അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യം. 1 അധ്യായം 2 വാക്യം മുതൽ 5 വാക്യം വരെ. അവരുടെ ഈ ജീവകാലത്തെ ക്രിസ്തീയ വിശ്വാസവും സ്നേഹവും പരിശോധനയും ശുദ്ധീകരണവും കർത്താവിന്റെ പ്രത്യക്ഷതയിൽ ഒന്ന് പ്രശംസ, രണ്ട് മഹത്വം, മൂന്ന് ബഹുമാനം എന്നിവയ്ക്ക് നിങ്ങൾ സാക്ഷീകരിക്കും. 1 അധ്യായം 6 മുതൽ 9 വരെ. ചില വാക്യങ്ങൾ കമ്പി വായിച്ച് എഴുതിക്കൊണ്ടേ. 1 അധ്യായം 6 മുതൽ 9 വരെ, 10 മുതൽ 12 വരെ, 13 മുതൽ 21 വരെ, 2-ന്റെ 13, 3-ന്റെ 12, 2-ന്റെ 18 മുതൽ 24 വരെ, 3-ന്റെ 9 മുതൽ 10 വരെ, 5-ന്റെ 11, 5-ന്റെ 11 വായിക്കാം. 5-ന്റെ 11. ബലം എന്നേക്കും അവരുള്ളത്. ആമേൻ. വളരെ ചെറിയ വാക്യമാണ്, പക്ഷെ അതിനകത്ത് ഒരു ഭയങ്കര ദൂത് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു.
5:11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ആ 5:11 കുറച്ചുകൂടെ മുകളിലോട്ട് ഒരു വായിക്കാമോ? അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാമോ? നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള ആമേൻ. അപ്പോ ഈ 8-ാമത്തെ വാക്യം വായിച്ചിട്ട് അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ബലം എന്നേക്കുമുള്ളത്, എന്നേക്കും അവനുള്ളത്. ആമേൻ. ആർക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ സർവ സ്വാതന്ത്ര്യത്തിൽ നിന്നും നമ്മെ ആർക്കും അകറ്റുവാൻ കഴിയത്തില്ല. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാ: ദൈവമേ, നിന്റെ ലൈനിൽ നടക്കാൻ, നിന്റെ വഴിയിൽ നടക്കാൻ നീ എന്നെ അതിനായി ഒരുക്കണമേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവസന്നിധി എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നല്ല, എത്ര മണിക്കൂർ നിങ്ങൾ ദൈവസന്നിധി ഇരുന്നു എന്നല്ല, ഇരിക്കുന്ന സമയം ദൈവവും നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാം കഴിഞ്ഞാൽ അതിൽ പരം വേറെ ഒന്നുമില്ല. ദൈവം തരുന്ന ബലമാണ് ഇവിടെ പറഞ്ഞത്. ബലം എന്നേക്കും അവനുള്ളത്. ആർക്കുള്ളത്? നമ്മുടെ കർത്താവിനുള്ളത്. ആ ബലത്തിന് നമ്മൾ അവകാശികൾ. നമ്മൾ ആ ബലത്തിൽ പിടിച്ച് ഒരു അപ്പന്റെ കയ്യിൽ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? എന്തുകൊണ്ടാ അവൻ ആ അപ്പന്റെ കൈ പിടിക്കുന്നത്? എന്താ അപ്പനും അമ്മയും പോകുമ്പോ അമ്മയുടെ കൈ പിടിക്കാത്ത കാര്യം? അമ്മയേക്കാൾ പവർ കൂടുതൽ അപ്പനാണ് പിടിച്ചു കൊണ്ടുപോകാൻ. അപ്പോ അപ്പന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു മകന് ഒരിക്കലും പേടിപ്പാനില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. ഏകദേശം ഒരു 10-20 അടി ഹൈറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞ് അപ്പൻ കൈ കാണിച്ചപ്പോൾ അപ്പന്റെ കയ്യിലേക്ക് അവൻ ചാടി വീഴുകയാണ്. എന്നാൽ അമ്മ കൈ കാണിച്ചു ആദ്യം. ആ കുഞ്ഞ് അനങ്ങിയിട്ടില്ല, ബാക്കിലോട്ട് പോയി. പക്ഷെ അപ്പൻ കൈ കാണിച്ചപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാതെ ആ കുഞ്ഞ് ആ അപ്പന്റെ കയ്യിലേക്ക് ചാടി. എന്താണെന്നറിയാം? എന്നെ പിടിക്കാൻ എന്റെ അപ്പൻ കരുത്തുള്ളവൻ. അങ്ങനെ ഒരു ഭൂമിയിലെ അപ്പന് ആ കുഞ്ഞ് വിശ്വാസം ഉറപ്പിച്ചെങ്കിൽ നമ്മെ രക്തം കൊണ്ട് മറുപടിയായി വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമ്മെ പിടിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഈ നാളുകളിൽ ഏറ്റവും അത്യാവശ്യമാണ്. ഓരോ മിനിറ്റുകളും ഞാൻ പറയട്ടെ, വേറെ ജോലിയൊന്നുമില്ലേ, കിടന്ന് ഉറങ്ങണം. വേറെ ഒരിടത്തോട്ട് പോയി ഇരുന്ന് സമയം കളയാം, പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങും. വേറെ ഒരു പരിപാടി ഇല്ലെങ്കിൽ വേറെ ഒരിടത്തോട്ട് പോയി ഇരിക്കാതെ, ചങ്ങാത്തം അടിക്കാതെ പ്രാർത്ഥിക്കുക, വാതിലടയ്ക്കുക, കിടന്നുറങ്ങുക. ആമേൻ. വേറെ ഒന്നും ചിന്തിക്കാനോ അപ്പുറം ഒന്നും പോയി ഇരുന്ന് സമയം വലിച്ചാക്കാതെ ഇരുന്ന് ഉറങ്ങുക. അത് ഉറങ്ങുന്ന ഏറ്റവും നല്ലതാണ്. എന്ന് പറയുന്ന നാളെ കിടന്ന് ഉറങ്ങിക്കളയാം. ആമേൻ. നമുക്ക് നേരെ വിഷയ വിഭജനത്തിലേക്ക് വരാം. വിഷയ വിഭജനം. ആമേൻ. ഉറങ്ങുന്നവർ കര ഉയർത്തി സൂചിച്ചാട്ടെ. വിഷയ വിഭജനം. ഒന്ന്, വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള ബന്ധം. 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യവും 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യവും. വിശ്വാസത്തിലൂടെ രക്ഷ. 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ബി, അനുസരണത്തിലൂടെ വിശുദ്ധി. അനുസരണത്തിലൂടെ വിശുദ്ധി. 1-ാം അധ്യായം 13-ാമത്തെ വാക്യവും 2-ാമത്തെ അധ്യായം
10 വാക്യവും. പാസ്റ്റർ ഇപ്പൊ പറഞ്ഞത് സി, ഒന്നും കൂടി പറയോ? ഇപ്പൊ പറഞ്ഞത്. വിശ്വാസിക്ക് മറ്റുള്ളവരോട് ഉള്ള ബന്ധം, വിശ്വാസിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം. 2-ാം അധ്യായം അതിന്റെ 11 വാക്യവും 3-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യവും. അനുസരണത്തിലുള്ള വിശുദ്ധി 2 വിശുദ്ധി പൂർത്തീകരിച്ചില്ല പാസ്റ്റർ, ഒന്നുകൂടെ പറയല്ല. മുതൽ പൊതു ഉത്തരവാദികൾ. എന്തുവാ ചിരിക്കുന്നേ? പൊതു ഉത്തരവാദികൾ. കേൾക്കുന്നില്ല. പാസ്റ്റർ ബി എഴുതിയില്ല. ഓ, നീ എഴുതിയില്ലേ? ഏതൊരു എഴുതി ഒന്ന് പറയാമോ? വിശ്വാസത്തിലൂടെ രക്ഷ. അനുസരണത്തിലൂടെയുള്ള വിശുദ്ധി, അതിന്റെ വാക്യങ്ങൾ ഏതൊക്കെയാണ്? 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിന്റെ 13-ഉം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ഉം. സി എഴുതിയോ? സി എഴുതിയോ? എഴുതി. സി എഴുതിയല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു എഴുതിയായിരുന്നോ? ഇപ്പൊ ഞാൻ പറഞ്ഞു എഴുതിയോ? ഏതൊരു എഴുതി? എഴുതി. 2-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 17 വരെ. രണ്ടാം അധ്യായം 11 പറഞ്ഞത്. 2-ന്റെ 11, 3-ന്റെ 11 മുതൽ 17 വരെ. ആന്റി, ഏത്? വിശ്വാസികൾക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം, അതാണോ? അത് 2-ന്റെ 11 മുതൽ 11 മാത്രം. 3-ന്റെ 12 അത് എഴുതി ആന്റി. രണ്ടാമത് പറഞ്ഞത് 2-ന്റെ 11 മുതൽ 17 വരെ. മേളിൽ ആദ്യം പറഞ്ഞത് 11 മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്താണ് 11 മുതൽ 17 വരെ. ബി, സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ. സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ. 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. 2-ന്റെ 18, 3-ന്റെ 7. ഒന്ന്, ദാസന്മാർക്ക് 2-ാം അധ്യായം 18 മുതൽ 25 വരെ. 2 ഉത്തരവാദിത്വം. 3 അതിന്റെ 1 മുതൽ 6 വരെ. ആ വാക്ക് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. 3-ന്റെ 1 മുതൽ 6 വരെ. 3, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ഉത്തരവാദിത്വം. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള ഉത്തരവാദിത്വം. 3-ന്റെ 7. 3-ന്റെ 7. 4, അനീതിക്കായി കഷ്ടം
അനീതിക്കായി കഷ്ടം വഹിക്കുന്നതിന്റെ അനുഗ്രഹങ്ങൾ. കഷ്ടം വഹിക്കുന്നതിന്റെ അനുഗ്രഹങ്ങൾ. 3-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ. അഞ്ച്. ക്രിസ്തുവിന്റെ ഉത്തമ ദൃഷ്ടാന്തം 3:18 മുതൽ 4:6. 3:18 മുതൽ 4:6. അന്ത്യസമയത്തിന്റെ തുടക്കം. അന്ത്യസമയത്തിന്റെ തുടക്കം. 4:7 മുതൽ 11 വരെ. അടുത്ത് എ. കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷം. കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷം. കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷം. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ. ആ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. 12 നമ്മൾ വായിച്ചതാണ്. 19 ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ. നമ്മൾ ആരെങ്കിലും ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവരാണോ? ഇതിന് കർത്താവ് തന്ന കഷ്ടതയാണ്, വേദനയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഈ പുസ്തകം അനുസരിച്ച് ഒരു തീയിൽ കൂടെ ഒരു പൊന്ന് കടത്തിവിടുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഒരു തീയിൽ കൂടെ ഒരു പൊന്ന് കടത്തിവിടുന്നത് പോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. എന്നും ആനന്ദമല്ല, എന്നും ആമേൻ അനുഗ്രഹമല്ല, എന്നും പട്ടുമെത്ത അല്ല. നമ്മെ കാണുന്നവർ നാളെ കണ്ടില്ല എന്ന് തിരിഞ്ഞു പോകും, തിരിഞ്ഞു നടക്കും. നമ്മൾ അവരെ കൈക്ക് പിടിക്കുമ്പോൾ അവർ തട്ടിക്കളയും. നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കാതെ പോകും. നമ്മൾ കണ്ടപ്പോൾ അവർ കാണാത്തതുപോലെ പോകും. ഇതെല്ലാം ഈ ബൈബിളിൽ കൂടെ നമ്മെ ഒന്ന് ശോധന ചെയ്ത് ഒരു പൊന്നിനെ പോലെ പുറത്തെടുക്കാൻ വേണ്ടിയാ. ഇന്നലകളിൽ നമ്മളെ അടുത്തിരുന്ന് ആരാധിച്ചവർ നാളെ നമ്മൾ അടുത്തിരിക്കാതെ വരും. ഇന്നലകളിൽ നമ്മുടെ വിശുദ്ധ കാൽ കഴുകിയവർ നാളെ ചിലപ്പോൾ നമ്മുടെ പാദ ശുശ്രൂഷയിൽ കാൽ കഴുകാതിരിക്കും. നിങ്ങളുടെയൊക്കെ ചർച്ചകളിൽ പാദ ശുശ്രൂഷ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അതെല്ലാം നിന്നുപോയിരിക്കുന്നു. അതൊക്കെ നിന്നിരിക്കുന്നു. കർത്താവ് ചെയ്ത ശുശ്രൂഷ പോലും ചെയ്യാൻ കഴിയാതെ ഒരു തലമുറ പുറത്തു വന്നിരിക്കുക. ഇന്നലെ ആരോടോ ഈ കാര്യം പറഞ്ഞു. ഈ ജനറേഷൻ കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ജനറേഷൻ കഴിയുമ്പോ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ജനറേഷൻ കഴിയുമ്പോ അടുത്തൊരു ജനറേഷൻ വരും. സ്നാനപ്പെടണ്ട, തിരുമേശ തരാം. ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ
മദ്യപിച്ചുകൊണ്ട് വന്നാലും, പുകയില ചമച്ചുകൊണ്ട് വന്നാലും, ലഹരിക്കടിമയെ വന്നാലും പേടിക്കണ്ട, തിരുമേശ തരാം. വരുന്നുണ്ട്, നിങ്ങൾ കുറിച്ച് വെച്ചോ, ദാ വരുന്നുണ്ട്. നെറ്റിയിൽ മുദ്ര, അതൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. അതെല്ലാം ഇനി വരുന്നുണ്ട്, പുറകാലെ വരുന്നുണ്ട്. ഇനി ദൈവസഭയിൽ പുതിയൊരു ജനറേഷൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ശ്രദ്ധിക്കൂ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് ഒറ്റയെടുത്ത് ആരെന്നറിയാം? കർത്താവിന്റെ കൂടെ നടന്നവരാണോ? കർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിച്ചവരാണോ? കർത്താവിന്റെ കൂടെ കൂട്ടായ്മ ആചരിച്ചവരാണോ? കർത്താവിന്റെ കൂടെ കിടന്നു ഉറങ്ങിയവരാണോ? കർത്താവിന്റെ കൂടെ പഠിക്കാനിരുന്നവരാണോ? ആരാണ് യേശു ഒറ്റയെടുത്തത്? പറഞ്ഞേ. അയ്യോ, കർത്താവിന് ഒറ്റയെടുത്ത ആരാ? കൂടെ നടന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ച്, അത്താഴവും കൊടുത്ത്, അത്താഴവും കഴിച്ച്, പാദവും കഴുകി എല്ലാം ചെയ്തവൻ യേശുവിനെ ഒറ്റ കൊടുത്തല്ലേ? ആ ഒരു ജനറേഷൻ ഇതാ പുറത്തു വരാറായി. അത് ലക്ഷണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. 2035 ആകുന്നതിന് മുമ്പ് ദൈവസഭയിൽ മലയാളി പാസ്റ്റർമാരൊന്നും കാണത്തില്ല, എല്ലാവരും പോവും. അടുത്ത് യെശയ്യാവിൽ പറഞ്ഞതുപോലെ അന്യദേശക്കാർ നിങ്ങളുടെ പട്ടണങ്ങൾ കൈവശമാക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ പട്ടണങ്ങൾ. വെളിപ്പാട് പുസ്തകം പറയുന്നു, കാട്ടിനകത്തുനിന്ന്, വനത്തിനകത്തുനിന്ന് മൃഗങ്ങൾ നാട്ടിലിറങ്ങും. കണ്ടോ? ഓരോ വീട്ടിനകത്ത് പാമ്പുകൾ കയറി കിടക്കുന്നത് കണ്ടോ? കാരണം ഭയങ്കര ചൂടാ, വനത്തിനകത്ത് തീ. എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലുള്ള മനുഷ്യനെ ഭക്ഷണമാക്കുന്നു. വേദപുസ്തകം പറഞ്ഞില്ലേ? അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് സംഭവിച്ചെങ്കിൽ ഈ വരുന്ന നാളുകളിൽ അന്യദേശക്കാർ നമ്മുടെ സഭയ്ക്കകത്ത് അവർ ആരാധന തുടങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് ഹിന്ദിയിൽ സംസാരിക്കുന്ന സഭകൾ, പാസ്റ്റർമാരൊക്കെ ഇന്ന് ഇവിടെ ആയിക്കഴിഞ്ഞു. തിരുവനന്തപുരം പട്ടണത്തിലാണ്. കാലങ്ങൾ ദീർഘമല്ല. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചത് കഷ്ടത മധ്യത്തിൽ സന്തോഷം. അടുത്ത 2, നമ്മുടെ വിശ്വാസത്തിന്റെ യഥാർത്ഥ അതിപരിശോധനയിൽ 4:12 അതെവിടെ പറഞ്ഞത്? പ്രിയമുള്ളവരെ, നിങ്ങൾ പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ, അല്ലെ? നമ്മൾ നേരത്തെ വായിച്ചു. അഗ്നിശോധനയാണ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിലുള്ള അഗ്നിശോധന. ഈ ശോധനയിൽ നിന്ന് ഒരു ദൈവ പൈതൽ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചോ. എന്നും ശോധനയല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത 3. ഇപ്പൊ 2 എഴുതിയത്. അടുത്ത 3. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നതിനാൽ, 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യവും അതിന്റെ 4-ാമത്തെ വാക്യവും. നാലിന്റെ 16, 4-13. ഒന്ന്, കഷ്ടതയുടെ മധ്യത്തിൽ പ്രബോധനങ്ങൾ. കഷ്ടതയിൽ പ്രബോധനം ഉണ്ടാവും. നമുക്കിന്ന്
എന്തെങ്കിലും ഒരു കഷ്ടത വന്നു കഴിഞ്ഞാൽ അന്നൊരു മൂഡില്ല പാസ്റ്ററെ, പ്രബോധിപ്പിക്കാനേ എനിക്കിന്നൊരു മൂഡില്ല. ഓ പാസ്റ്റർ, എനിക്കിന്ന് എന്തൊക്കെയോ ഒരു സംതിങ്, എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ, ചില കഷ്ടത, എനിക്കിന്നൊരു മൂഡില്ല തയ്യാറാവാൻ. അതുകൊണ്ട് പാസ്റ്റർ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, എനിക്ക് ഇന്നൊരു മൂഡില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 11 വരെ, മൂഡില്ലാത്തവർക്ക്, കഷ്ടതയിൽ വന്നവർക്ക് മൂഡില്ലാത്തതുകൊണ്ട് അവർക്ക് മൂഡ് വരുത്താനുള്ള ഒരു വചനമാണ് ഈ പറയുന്നത്. ഹലോ പ്ലീസ് എഴുതിക്കോളൂ. 5-ന്റെ 1 മുതൽ 11 വരെ മൂഡ് വരട്ടെ. ആ ദൈവത്തിന്റെ മൂഡ് ആയിരിക്കണം. സ്തോത്രം. അവിടെ പറഞ്ഞത്, നിങ്ങളോടുള്ള മൂപ്പന്മാർ, ഒന്ന് വായിച്ച 5-ന്റെ 1 മുതൽ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണ. അവിടെ കണ്ടോ പറഞ്ഞത്, നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പൻ. അതെന്തൊരു കൂട്ടുമൂപ്പൻ? കൂട്ടുമൂപ്പൻ കണ്ടോ? അവിടെ അടുത്ത് പറഞ്ഞത്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷ്യം വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളികളുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോ 11 വരെ നിങ്ങൾ വായിച്ചോളും കേട്ടോ. അപ്പോ അവിടെ ഒരു പ്രബോധനം വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം. അടുത്ത 2 മൂപ്പന്മാരോട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. ഞങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങളെ മേയ്ക്കാനാ. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക. 5-ന്റെ 1 മുതൽ 4 വരെ അവിടെ ഒരു വലിയൊരു മേയ്ക്കുന്ന ഒരു മേച്ചിൽ പുറമൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്നാലും ചില ആടുകൾ നല്ല കത്തി കരിഞ്ഞു കിടക്കുന്ന പച്ചയുടെ ഇടയിലേ പോകുള്ളൂ. ഈ പച്ചയിലൊന്നും കയറി പിടിക്കത്തില്ല. നേരെ പോകുന്നത് മറ്റേതെങ്കിലും കാട്ടുപന്നിയോ കാട്ടുപോത്തോ തിന്നും ചവിട്ടി ഇട്ടിരിക്കുന്നതിനിടയിൽ പോയി കിടന്ന് കടിക്കും. എന്നാൽ വല്ലതും കിട്ടോ? അതും കിട്ടില്ല. എവിടെയെങ്കിലും കിട്ടുന്ന വലിച്ച് പോയിക്കൊണ്ട് വരും, എന്നാൽ അതും ഒന്നും ശരിയാകത്തില്ല. എന്നാൽ 5-ന്റെ 1 മുതൽ 4 വരെ അങ്ങനെയുള്ളവർ വായിക്കണം. അടുത്ത് 3 ഇളയവരോട്, മൂത്തവര് ശ്രദ്ധിക്കണം, ഇളയവരോട് 5-ാമത്തെ അധ്യായം 5-ന്റെ 1 മുതൽ 5-ാം അധ്യായം 5-ന്റെ 5 മുതൽ 11 വരെ, 5-ന്റെ 5 മുതൽ 11 വരെ, ഇത്രയുമാണ് ഈ അധ്യായത്തിനകത്തുള്ള വിഷയ വിഭജനം. അടുത്ത ആശീർവാദമാണ്, ഉപസംഹാരം. 5-ന്റെ 12 മുതൽ 14 വരെ ആയപ്പോ ആശീർവാദമായി.